അനക്കുണ്ടടാ എവിടെയെങ്കിലും തുറണ്ടടാ. ഇയാളെ ആര് വിളിക്കാനാ തുറക്ക്? അന്ന് നോമ്പ് വിൽക്കൂല. അയാളെ കണ്ടാരുടെ നോമ്പ് പിടിക്കോ? ഇപ്പൊ അയാൾ ആദ്യം ഒരു കള്ളന്റെ കോലായി പോയി. അത് അയാളെ കുറ്റല്ലല്ലോ. അയാള് ഈ കഷായം പോലത്തെ കഷായൊക്കെ കുടിക്കുന്ന ആളാണ്. വൈദ്യരാ? വൈദ്യരല്ല, മൂസ കുഴപ്പമില്ല. ഹാജി വേണ്ടില്ലേ? ഹാജി അതിന് കൊള്ളൂല മോനെ, അത് താങ്ങൂല. എന്നെ കൊണ്ട് ഹാജി വരിക. എന്നോട് നേരൊരു മൂസ മതി. മൂസ കണത്ത് പറയില്ലേ ഗൂണ് പാട്. എപ്പോഴും സമൂസന് ഓർമ്മ മൂസ. മൂസ പെരുന്നാളിന് ഇപ്പൊ ഡ്രസ്സൊക്കെ എടുത്തോ? ടൗസറും കുപ്പായും ബനിയനും ലങ്കോട്ടിയല്ലോ. ഉപയോഗിക്കാത്ത സാധനം മുഴുവെടുത്തിന്. ഒന്നും ഇതൊന്നും ഉപയോഗിക്കില്ല. കാണാനില്ലല്ലോ. ചൂടെല്ലാരും എടുക്കും. ആ കൊലായ്മൽ ഇങ്ങനെ കൊക്ക് പടിയല്ലേ. പിന്നെ വേറെ കാര്യം ഉണ്ട് കേട്ടോ. ഒരു സത്യം മാത്രമേ പറയുള്ളൂ. എപ്പോഴും സത്യം പറയുള്ളൂ. മുഖത്ത് നോക്കി സത്യം പറഞ്ഞോളൂ. അതാ പ്രശ്നം. കാണാതെ പറയണേ കുഴപ്പമില്ല. മുഖത്ത് നോക്കി സത്യം പറഞ്ഞു. സത്യം പറയും. ചിലപ്പോ കണ്ണു മറക്കൊന്ന് കൊടുക്കാൻ തോന്നും. ചില സത്യമൊക്കെ കൊടുക്കേണ്ടിയാണ്. സാഹചര്യം കൊണ്ട് ഒഴിഞ്ഞോടാണ്. നോമ്പ് എത്ര പോവാ? നോമ്പ് 44. ലോട്ടറി നമ്പറാ. നോമ്പോറ്റ് കുഴങ്ങിട്ട് തല ഇല്ലാണ്ടായി പോയി. എണ്ണ കണ്ട് പോയിപ്പോയതാ. ലോട്ടറി നമ്പറാണിത് 44. പറയാൻ പറ്റൂലേ, മൂപ്പർക്കല്ലേ ലോട്ടറി ആവും ചിലപ്പോ. എന്നാലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാറോ, നിങ്ങള് നമ്മളെ വീഡിയോ ഒക്കെ കാണണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും തീർച്ചയായിട്ടും. കാരണം ഈ 3 പാവങ്ങൾ ഇങ്ങനെ വിച്ചുമയൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ പിച്ചുമേ പറയും. അതൊക്കെ കാര്യത്ത് കൊള്ളണമെന്നുണ്ടെങ്കിൽ കണ്ട് നിങ്ങളൊന്ന് മനസ്സുവെച്ചാൽ ഇത് കാര്യത്ത് കൊള്ളുള്ളൂ. നിങ്ങൾ കാര്യത്ത് കൊണ്ടാണ് നമ്മളെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അല്ല നിങ്ങൾ മാറിപ്പോയി. സപ്പോർട്ടല്ല, സപ്പോർട്ടമ്മ കയറില്ല, ഫ്രണ്ട്സും എത്തിപ്പോയി. അപ്പൊ ആ കണ്ട് ചെയ്താണ്ടേ. അപ്പൊ നമ്മൾ ഇങ്ങനെ അതേമാതിരി ഓരോ വീഡിയോകളായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചാകരുത്. നമ്മൾ ഉത്തരവാദിയല്ല.